നമസ്കാരം. ഇന്ന് ടൈപ്സ് ഓഫ് ഫങ്ഷൻസിൻ്റെ, അതായത് 1 on 2 ഫങ്ഷൻസിൻ്റെ കുറച്ച് എക്സാമ്പിൾസാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ ഒരു എക്സാമ്പിളാണ് ഷോ ദാറ്റ് ദ ഫങ്ഷൻ എഫ് ഫ്രം n to n given by f of x is equal to 2x is 1 1 but not on 2. അപ്പോൾ ഇത് 1 1 ആണെന്ന് കാണിക്കണം, on 2 അല്ല എന്ന് കാണിക്കണം. ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് നാച്ചുറൽ നമ്പേഴ്സിൽ നിന്നും നാച്ചുറൽ നമ്പേഴ്സിലോട്ടാണ്. അത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2x എന്നാണ്. അപ്പോൾ 1 1 ആകണമെങ്കിൽ എങ്ങനെയായിരിക്കണം? രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് എലമെൻറ്റ്സ് എടുത്താൽ, ആദ്യത്തെ സെറ്റിൽ നിന്ന് 2 ഡിസ്റ്റിങ്ക്റ്റ് എലമെൻറ്റ്സ് എടുത്താൽ അതിന് ഡിസ്റ്റിങ്ക്റ്റ് ഇമേജസ് ആണെങ്കിൽ അതിന് നമ്മൾ 1 1 ആണെന്ന് പറയുന്നു. അങ്ങനെ അല്ലെങ്കിൽ അപ്പോൾ 1 1 അല്ല. അതായത് അപ്പോൾ എഫ് ഓഫ് എക്സ് 1 ഈക്വൽ ടു എഫ് ഓഫ് എക്സ് 2 ആണെങ്കിൽ, ഇമേജസ് ഈക്വൽ ആണെങ്കിൽ ദിസ് ഇംപ്ലൈസ് x1 ഈക്വൽ ടു x2 ഫോർ ഓൾ x1 x2 ഇൻ ദി ഫസ്റ്റ് സെറ്റ്. ഇവിടെ അത് നാച്ചുറൽ നമ്പറാണ്. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഫംഗ്ഷനെ 1 1 ഫംഗ്ഷൻ ആണോ എന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ എഫ് ഓഫ് എക്സ് 1 ഈക്വൽ ടു എഫ് ഓഫ് എക്സ് 2 എന്ന് എടുക്കുകയാണ്. അപ്പോൾ ഡെഫിനിഷൻ അനുസരിച്ചിട്ട് എഫ് ഓഫ് എക്സ് 1 എന്ന് പറയുന്നത് എങ്ങനെ വരും? 2x1 ദാറ്റ് ഈസ് ഈക്വൽ ടു 2x2. ദാറ്റ് ഇംപ്ലൈസ് ഈ 2 ക്യാൻസൽ ചെയ്ത് പോവും. അപ്പോൾ x1 ഇസ് ഈക്വൽ ടു x2 ഫോർ ഓൾ x1 x2 ബിലോങ്സ് ടു എന്ന് വരും. അപ്പോൾ എഫ് ഓഫ് എക്സ് 1 ഈക്വൽ ടു എഫ് ഓഫ് എക്സ് 2 ഇംപ്ലൈസ് x1 ഇസ് ഈക്വൽ ടു x2. അതായത് 2 ഡിസ്റ്റിങ്ക്റ്റ് എലമെൻറ്റ്സ് എടുത്താൽ അതിന് ഡിസ്റ്റിങ്ക്റ്റ് എലമെൻറ്റ്സ് ആണെങ്കിൽ അതിന് ഡിസ്റ്റിങ്ക്റ്റ് ഇമേജസ് ആയിരിക്കും. ഡിസ്റ്റിങ്ക്റ്റ് അല്ലെങ്കിൽ അത് നമ്മൾ സെയിം എലമെൻറ്റ്സ് എടുത്താൽ അതിൻ്റെ ഇമേജസും സെയിം ആയിരിക്കും. അതാണ് നമ്മളിവിടെ കാണിച്ചത്. അപ്പോൾ ഈ ഫംഗ്ഷൻ 1 1 ആണെന്ന് കിട്ടി. ഇനി ഇത് ഓൺ 2 ആണോ? ഓൺ 2 ആണെങ്കിൽ നമ്മൾ എന്താ പറഞ്ഞേ? ഫോർ ഓൾ y ഇൻ ദ സെക്കൻഡ് സെറ്റ് ദർ എക്സിസ്റ്റ് ആൻ x ഇൻ ഫസ്റ്റ് സെറ്റ് സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു y എന്ന് വന്നാൽ അത് നമുക്ക് ഓൺ 2 ഫംഗ്ഷൻ ആണെന്ന് പറയാം. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ 1 എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് സെക്കൻഡ് സെറ്റിൽ നിന്ന് എടുത്തു. അതായത് 1 എന്ന് പറയുന്ന ഒരു നാച്ചുറൽ നമ്പറാണ്. പക്ഷേ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 വരുന്ന തരത്തിൽ നമുക്കൊരു എക്സിനെ നാച്ചുറൽ നമ്പറിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ? അതായത് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് 2x ഇസ് ഈക്വൽ ടു 1. എഫ് ഓഫ് എക്സ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് 2x ആണ്. അപ്പോൾ 2x ഇസ് ഈക്വൽ ടു 1 ആകുന്ന തരത്തിൽ ഒരു എക്സിനെ, അതായത് ഒരു നാച്ചുറൽ നമ്പറിനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇതിങ്ങനെ ആവണമെങ്കിൽ എക്സിൻ്റെ വാല്യൂ 1/2 എന്ന് വരണം. 1/2 എന്ന് പറയുന്ന ഒരു നാച്ചുറൽ നമ്പർ അല്ല. അപ്പോൾ ഒരു 1 എന്ന് പറയുന്ന എലമെൻറ്റ് നമ്മൾ സെക്കൻഡ് സെറ്റിൽ നിന്ന് എടുത്താൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു എക്സിനെ ഫസ്റ്റ് സെറ്റിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. സോ ഈ ഫംഗ്ഷൻ ഓൺ 2 അല്ല, നോട്ട് ഓൺ 2. ഓക്കെ, അപ്പോൾ ഇത് 1 1 ആണ്, ഓൺ 2 അല്ല. ഇനി ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ ഈ നാച്ചുറൽ നമ്പറിൽ നിന്ന് മാറ്റിയിട്ട് അതിനെ റിയൽ നമ്പറിൽ നിന്നും റിയൽ നമ്പറിലോട്ടാണ് ഡിഫൈൻ ചെയ്യുന്നതെങ്കിലോ? സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. ഷോ ദാറ്റ് ദ ഫംഗ്ഷൻ എഫ് ഫ്രം R to R given by എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2x 1 1 ആകോ ഓൺ 2 ആകോ എന്ന് ചെക്ക് ചെയ്തേ. അപ്പോൾ റിയൽ നമ്പർ ടു റിയൽ നമ്പർ ആണെങ്കിലും ഇത് ഓൾറെഡി ഇങ്ങനെ ഡിഫൈൻ ചെയ്താൽ ആ ഫംഗ്ഷൻ 1 1 ആണെന്ന് കാണിച്ചു. അത് റിയൽ നമ്പർ ടു റിയൽ നമ്പർ ആണെങ്കിലും ആ ഫംഗ്ഷൻ 1 1 ആയിരിക്കും. ഇനി അത് ഓൺ 2 ആകോ? അപ്പോൾ ഓൺ 2 ആകണമെങ്കിൽ എങ്ങനെ ഇരിക്കണം? നമ്മുടെ ഡെഫിനിഷൻ പ്രകാരം ഫോർ ഓൾ y ബിലോങ്സ് ടു n ദർ എക്സിസ്റ്റ് ആൻ x ഇൻ n സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു y എന്ന് വരണം. അപ്പോൾ നമ്മൾ ഒരു എലമെൻറ്റിനെ സെക്കൻഡ് സെറ്റിൽ നിന്ന് എടുത്തു. y എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് നാച്ചുറൽ നമ്പറിൽ നിന്ന് എടുത്തു. അപ്പോൾ y ഇസ് ഈക്വൽ ടു 2x എന്ന തരത്തിൽ നമുക്കൊരു എക്സ് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് നോക്കാം. y ഇസ് ഈക്വൽ ടു 2x എന്ന് പറയുമ്പോൾ എക്സിൻ്റെ വാല്യൂ y/2 എന്ന് വന്നു. ഓക്കെ, അപ്പോൾ ഒരു y നമ്മളെടുത്തു. അപ്പോൾ ആ y എന്ന് പറയുന്നത്
2x ആകുന്ന തരത്തിൽ എന്ന് പറയുമ്പോൾ എക്സ് എന്ന് പറയുന്നത് y/2 വരണം. ഇനി നമുക്ക് നോക്കാം എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എന്താണ്. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് നമുക്കിവിടെ y/2 കിട്ടി. എഫ് ഓഫ് എക്സ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് 2x എന്നാണ്. അപ്പോൾ എഫ് ഓഫ് y/2 എന്തായിരിക്കും? എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 2x ആണെങ്കിൽ എഫ് ഓഫ് y/2 ഇവിടെ എക്സിന് പകരം y/2 കൊടുക്കുമ്പോൾ ഇത് 2 × y/2 എന്നാവും. അപ്പോൾ എഫ് ഓഫ് y/2 എന്ന് പറയുന്നത് 2 × y/2 ആവും. ക്യാൻസൽ ചെയ്യുമ്പോൾ y എന്ന് കിട്ടും. അതായത് ഏതൊരു y സെക്കൻഡ് സെറ്റിൽ നിന്ന് എടുത്താൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു എക്സ് റിയൽ നമ്പറാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു നമ്പർ എക്സിസ്റ്റ് ചെയ്യും. y/2 എന്ന് പറയുന്ന ഒരു റിയൽ നമ്പർ എക്സിസ്റ്റ് ചെയ്യും സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു y എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ എഫ് എന്ന് പറയുന്നത് റിയൽ നമ്പർ ടു റിയൽ നമ്പർ ആണ് ഡിഫൈൻ ചെയ്യുന്നതെങ്കിൽ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2x എന്ന് പറയുന്ന ഫംഗ്ഷൻ ബോത്ത് 1 ആൻഡ് ഓൺ ടു ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ്റെ ഗ്രാഫ് വരച്ചാൽ ആ ഗ്രാഫിൽ നിന്ന് എങ്ങനെയാണ് ഫംഗ്ഷൻ 1 ആണ് ഓൺ ടു ആണെന്ന് കണ്ടുപിടിക്കാം എന്നാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ ലാസ്റ്റ് ചെയ്ത എക്സാമ്പിൾ. എഫ് ഫ്രം ആർ ടു ആർ റിയൽ നമ്പർ ടു റിയൽ നമ്പർ ആണ്. അപ്പോൾ നമുക്ക് ഗ്രാഫിക്കലി ആ ഫംഗ്ഷനെ റെപ്രസെൻറ്റ് ചെയ്യാം. ആൻഡ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2x. അപ്പോൾ അതിൻ്റെ ഗ്രാഫ് ഇങ്ങനെയാണ് വരുന്നത്. സ്ട്രെയിറ്റ് ലൈൻ പാസിങ് ത്രൂ ഒറിജിൻ ഇങ്ങനത്തെ ഒരു ഗ്രാഫാണ് നമുക്ക് ഈ ഫംഗ്ഷന് കിട്ടുന്നത്. അപ്പോൾ ഈ ഗ്രാഫിൽ നമ്മളൊരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുവാണെങ്കിൽ, ഇപ്പോൾ ഏത് ഹൊറിസോണ്ടൽ ലൈൻ എവിടെ വരച്ചാലും ആ ലൈൻ ഒരു പോയിന്റിൽ കൂടി മാത്രം പാസ് ചെയ്യുവാണെങ്കിൽ, ഇവിടെ നോക്കിയേ ഈ ലൈൻ ഈ ഒരു പോയിന്റിൽ മാത്രമേ ടച്ച് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു പോയിന്റിൽ മാത്രം ഇൻ്റർസെക്റ്റ് ചെയ്യുവാണെങ്കിൽ അത് 1 ആയിരിക്കും. മോർ ദാൻ 1 പോയിന്റിൽ കൂടി പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ആ ലൈൻ മോർ ദാൻ 1 പോയിന്റിൽ കൂടി പോകുന്നുണ്ടെങ്കിൽ അത് 1 ഫംഗ്ഷൻ ആയിരിക്കില്ല, മെനി 1 ഫംഗ്ഷൻ ആയിരിക്കും. അപ്പോൾ 1 ആണോ എന്ന് ചെക്ക് ചെയ്യാൻ ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുക. ആ ഹൊറിസോണ്ടൽ ലൈൻ ഒരു പോയിന്റിൽ കൂടി മാത്രമാണ് പാസ് ചെയ്യുന്നതെങ്കിൽ അത് 1 ഫംഗ്ഷൻ ആണെന്ന് പറയാം. ഇനി ഓൺ ടു, അപ്പോൾ ഇതെന്താ, ഇത് 1 ആണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ ഈ ഗ്രാഫിക്കലി നമുക്ക് പറയാം ഇത് ഒരു 1 ഫംഗ്ഷൻ ആണ്. ഇനി ഓൺ ടു ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുക. നമ്മൾ എവിടെ ഹൊറിസോണ്ടൽ ലൈൻ വരച്ചാലും അത് ഒരു പോയിന്റിൽ കൂടിയെങ്കിലും മിനിമം പാസ് ചെയ്തിട്ടുണ്ടാവണം. അപ്പം നമ്മൾ ഈ ഒരു ഗ്രാഫിൽ നമ്മൾ എവിടെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചാലും അത് മിനിമം ഒരു പോയിന്റിൽ കൂടിയെങ്കിലും പാസ് ചെയ്ത് പോകും. അതായത് ഏതൊരു വഴി എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു എക്സ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഒന്ന് അങ്ങനെ ആലോചിച്ചിട്ട് നോക്കുക, ഏത് ഹൊറിസോണ്ടൽ ലൈൻ എങ്ങനെ എവിടെ കൂടി നമ്മളൊരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചാലും അത് മിനിമം ഈ ഗ്രാഫിൻ്റെ ഒരു പോയിന്റിൽ കൂടിയെങ്കിലും പാസ് ചെയ്ത് പോയാൽ അതിനെ നമുക്ക് ഓൺ ടു ഫംഗ്ഷൻ എന്ന് വിളിക്കാം. അപ്പോൾ ഈ ഗ്രാഫിൽ നമ്മൾ എവിടെ വരച്ചാലും ഹൊറിസോണ്ടൽ ലൈൻ വരച്ചാലും അത് ഈ ഒരു ഗ്രാഫിൻ്റെ ഏതെങ്കിലും ഒരു പോയിന്റിൽ കൂടി പാസ് ചെയ്യും. സോ ഈ ഫംഗ്ഷൻ ഒരു ഓൺ ടു ഫംഗ്ഷൻ ആണ്. ഓക്കെ, ഇതാണ് നമ്മുടെ അടുത്ത എക്സാമ്പിൾ. ഷോ ദാറ്റ് ദ ഫംഗ്ഷൻ എഫ് ഫ്രം ആർ ടു ആർ ഡിഫൈൻഡ് ആസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു x² ഈസ് നെയ്തർ 1 നോർ ഓൺ ടു. അപ്പോൾ ഫംഗ്ഷൻ റിയൽ നമ്പറിൽ നിന്നും റിയൽ നമ്പറിലോട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. x² എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു x² എന്നാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അത് 1 അല്ല ഓൺ ടു അല്ല എന്നാണ് നമുക്ക് കാണിക്കാനുള്ളത്. അപ്പം നമ്മളിത് ഗ്രാഫിക്കലി ആദ്യം എങ്ങനെ കാണിക്കും നോക്കാം. അപ്പോൾ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു x² എന്ന് പറയുന്നതിൻ്റെ ഗ്രാഫ് ഇങ്ങനെയാണ്. അതിൻ്റെ ഗ്രാഫ് വരുന്നത് ഒരു യു ഷേപ്പിലെ ഗ്രാഫാണ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു x² എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉള്ളത്. അപ്പോൾ നമ്മളിവിടെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചാൽ, ഓക്കെ, ഇവിടെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ ഞാൻ വരയ്ക്കുകയാണെങ്കിൽ അത് 2 പോയിന്റിൽ കൂടി പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെന്തല്ല, 1 അല്ല. 1 ആണെങ്കിൽ ഒരു പോയിന്റിൽ കൂടി മാത്രമേ, എവിടെ വരച്ചാലും അതൊരു പോയിന്റിൽ കൂടി മാത്രമേ ഇൻ്റർസെക്റ്റ് ചെയ്ത് പോകാൻ പാടുള്ളൂ. അപ്പോൾ ഇത് 2 പോയിന്റിൽ കൂടി പാസ് ചെയ്ത് പോകുന്നതുകൊണ്ട് ഈ ഫംഗ്ഷൻ 1 അല്ല. ഇനി ഓൺ ടു ആണെങ്കിൽ ഈ ഗ്രാഫിൻ്റെ എവിടെ ഹൊറിസോണ്ടൽ ലൈൻ വരച്ചാലും അത് മിനിമം ഒരു പോയിന്റിൽ കൂടിയെങ്കിലും പാസ് ചെയ്ത് പോകണം. അപ്പോൾ ഞാൻ ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുന്നത് ഇവിടെയാണെങ്കിൽ ഇവിടെ ഗ്രാഫിൻ്റെ ഒരു പോയിന്റിൽ കൂടി പോലും അത് പാസ് ചെയ്ത് പോകുന്നില്ല, ഒരു പോയിന്റിൽ പോലും ടച്ച് ചെയ്യുന്നില്ല. അപ്പോൾ
ഇതെന്തോ അല്ല, ഓൺ ടു അല്ല. അപ്പോൾ ഗ്രാഫിൽ നിന്ന് നമുക്ക് പറയാം ഈ ഫംഗ്ഷൻ 1 1 അല്ല, ഓൺ ടു അല്ല എന്ന് പറയാം. ഇനി ഗ്രാഫ് വെച്ചല്ലാതെ നമുക്ക് എങ്ങനെ കാണിക്കാം ഈ ഫംഗ്ഷൻ 1 1 അല്ല, ഓൺ ടു അല്ല എന്നുള്ളത്? ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്ന f(x) = x² ആണ്. അപ്പോൾ 1 1 എന്ന് പറയുമ്പോൾ 2 ഡിസ്റ്റിങ്ക്റ്റ് എലമെൻറ്റ്സ് എടുത്താൽ ഡിസ്റ്റിങ്ക്റ്റ് ഇമേജസ് ഉണ്ടാവണം. അപ്പോൾ ഞാൻ 2 ഡിസ്റ്റിങ്ക്റ്റ് എലമെൻറ്റ്സ് എടുക്കാൻ പോവാണ്. 1ഉം -1ഉം 2 റിയൽ നമ്പേഴ്സാണ്. പക്ഷേ f(1) എന്ന് വെച്ചാൽ 1² എന്ന് പറയുന്നതും 1 ആണ്. f(-1) എന്ന് പറഞ്ഞാൽ -1ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാലും 1 ആണ്. അതായത് 1ൻ്റെയും -1ൻ്റെയും ഇമേജ് സെയിം ആണ്. അപ്പോൾ എന്തല്ല ഈ ഫംഗ്ഷൻ? ഇത് 1 1 ഫംഗ്ഷൻ അല്ല. ഇനി ഇത് ഓൺ ടു അല്ല എന്ന് എങ്ങനെ കാണിക്കാം? അല്ല എന്ന് കാണിക്കാനായിട്ട് എപ്പോഴും ഞാൻ പറയുന്ന പോലെ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ എടുത്തിട്ട് അതിൽ ആ എക്സാമ്പിളിൽ ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എന്ന് കാണിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇത് ഓൺ ടു അല്ല എന്ന് കാണിക്കാനായിട്ട്, ഓൺ ടു ആകണമെങ്കിൽ സെക്കൻഡ് സെറ്റിൽ നിന്നും ഏതൊരു എലമെൻ്റ് എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു എക്സ് ഫസ്റ്റ് സെറ്റിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റണം. ഇപ്പോൾ ഞാനൊരു റിയൽ നമ്പറായിട്ട് ഒരു നെഗറ്റീവ് നമ്പറാണ്, ഒരു -5 ആണ് എടുത്തതെന്ന് വിചാരിക്കുക. സെക്കൻഡ് സെറ്റിൽ നിന്നും ഒരു -5 എടുത്തു. അപ്പോൾ -5 ഇമേജ് ആയിട്ട് വരുന്ന ഒരു എലമെൻ്റ് പോലും നമുക്ക് ഈ റിയൽ നമ്പറിൽ നിന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. f(x) = x² =-5 ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു എക്സിനെ നമുക്ക് റിയൽ നമ്പറിൽ നിന്നും കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ല. സോ ഇത് ഓൺ ടുവും അല്ല. സോ ദിസ് ഫംഗ്ഷൻ ഈസ് നെയ്തർ 1 1 നോർ ഓൺ ടു ആണ്. ഇതാണ് അടുത്ത എക്സാമ്പിൾ. ഷോ ദാറ്റ് ദ ഫംഗ്ഷൻ f from n to n given by f(1) = f(2) = 1 and f(x) = x - 1 for all x greater than 2 is on to but not 1 1. അതായത് നാച്ചുറൽ നമ്പറിൽ നിന്നും നാച്ചുറൽ നമ്പേഴ്സിലോട്ടാണ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. 1ൻ്റെയും 2ൻ്റെയും ഇമേജ് 1 ആണ്. ആൻഡ് 1 അല്ലാതെ 1 കഴിഞ്ഞിട്ട് വരുന്ന 2 കഴിഞ്ഞിട്ട് വരുന്ന എലമെൻസിൻ്റെ ഇമേജ് എന്ന് പറയുന്നത് x - 1 ആയിരിക്കും. അത് 1 1 അല്ല, ഓൺ ടു ആണ് എന്നാണ് നമുക്ക് കാണിക്കാനുള്ളത്. അപ്പോൾ ഇത് 1 1 അല്ല എന്ന് ഇവിടെ നിന്ന് തന്നെ ഇതിൻ്റെ ഡെഫിനിഷനിൽ നിന്ന് തന്നെ ക്ലിയർ ആണ്. 1ൻ്റെയും 2ൻ്റെയും ഇമേജ് 1 തന്നെയാണ്. സോ ഇത് നോട്ട് 1 1 ആണ്. ഇനി നമുക്കിത് ഓൺ ടു ആണെന്നാണ് കാണിക്കാനുള്ളത്. അപ്പോൾ ഓൺ ടു ആകണമെങ്കിൽ ഫോർ ഓൾ y belongs to n, there exists an x in n such that f(x) = y എന്ന് കിട്ടണം. അപ്പോൾ ഞാൻ ഈ y എങ്ങനെ സെലക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് തന്നിരിക്കുന്നത് f(x) = x - 1 ആണ്. അപ്പോൾ ഞാൻ y = x - 1 എടുത്തു. ഈ y എന്ന് പറയുന്നതിനെ y + 1 = x. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ y സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ f(y + 1) f(x) = y എന്ന് കിട്ടണം. ഫോർ ഓൾ y there exists an x such that f(x) = y എന്ന് കിട്ടണം. f(x) എന്ന് പറയുന്നത് f(y + 1). ഇനി f(x) ഡിഫൈൻ ചെയ്തിരിക്കുന്നത് x - 1 ആണ്. അപ്പോൾ 1 അല്ലാത്ത എലമെൻറ്റ്സ് ആണ് നമ്മൾ എടുക്കുന്നത്. 1ന് ഇത് ട്രൂ ആവില്ല. 1 അല്ലാത്ത എക്സുകൾക്കാണ് ഇത് ട്രൂ ആവുന്നത്. അപ്പോൾ f(y + 1) എന്ന് പറയുന്നത് എന്തായിരിക്കും? f(x) x - 1 ആണ്. അപ്പോൾ ഇവിടെ എക്സിൻ്റെ പ്ലേസിൽ ഇവിടെ വന്നിരിക്കുന്നത് y + 1 ആണ്. അപ്പോൾ ഈ ഡെഫിനിഷനിൽ കൊടുക്കുമ്പോൾ എന്തെന്ന് വരും? എക്സിന് പകരം ഇവിടെ y + 1 ആണ്. അപ്പോൾ ഡെഫിനിഷനിലും എക്സിന് പകരം y + 1 കൊടുക്കുക, -1. +1ഉം -1ഉം പോയി y കിട്ടി. അപ്പോൾ f(x) = y എന്ന് കിട്ടി. അതായത് ഏതൊരു y എടുത്താലും അതിനൊരു x എക്സിസ്റ്റ് ചെയ്യും സച്ച് ദാറ്റ് f(x) = y എന്ന് നമുക്ക് കിട്ടും. therefore f is on to ആയിരിക്കും. ഇത്രയാണ് ഈ ചാപ്റ്ററിലുള്ളത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത ചാപ്റ്റർ തുടങ്ങാം. ഓക്കെ, താങ്ക് യു.